ഹായ് ഓൾ, വെൽക്കം ടു അനദർ വീഡിയോ. എന്റെ സൗണ്ടിന് ചെറിയൊരു പ്രോബ്ലം ഉണ്ട് കേട്ടോ. ഇന്ന് എനിക്ക് ലീവാണ്. ഉച്ചയ്ക്ക് ശേഷം ഞങ്ങൾക്ക് പുറത്ത് പോകാനുണ്ട്. അപ്പോൾ ഒരു കറിയും ചോറും ഉണ്ടാക്കാന്ന് വിചാരിച്ചു. അപ്പൊ ഇവിടെ എല്ലാവർക്കും മുളകിട്ട മീൻകറി നല്ല ഇഷ്ടമാണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ 1/2 കിലോ അയില വാങ്ങിച്ചിട്ടുണ്ട്. എല്ലാം റെഡിയാക്കി മുറിച്ച്. അപ്പോൾ അധികം ആർഭാടങ്ങളൊന്നും ഇല്ലാതെയാണ് ഞാൻ എപ്പോഴും പെട്ടെന്നൊക്കെ മീൻകറി ഉണ്ടാക്കാറ്. അപ്പൊ അത് നിങ്ങളെയും കൂടി ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു കേട്ടോ. ഇത് വെളിച്ചെണ്ണയാണ്, ഒന്ന് സ്പ്രെഡ് ചെയ്യുവാണ്. എണ്ണയൊന്ന് ചൂടായി കഴിയുമ്പോൾ ഞാൻ ആദ്യം തന്നെ ചേർത്ത് കൊടുക്കാറുള്ളത് കറിവേപ്പിലയാണ്. എൻ്റെ ഒരു വിശ്വാസമാണ് കേട്ടോ, ആദ്യം തന്നെ കറിവേപ്പില ചേർക്കുമ്പോൾ അതിൻ്റെ ആ സത്ത് എണ്ണയിലോട്ടങ്ങ് ഇറങ്ങിച്ചെല്ലു എന്നുള്ളത്. ഇത് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആണ്. ഞാൻ എപ്പോഴും ഉള്ളിയൊക്കെ ചേർക്കുന്നതിന് മുമ്പ് തന്നെ വെളിച്ചെണ്ണയിലോട്ട് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് ചെറിയ ഗോൾഡൻ ബ്രൗൺ ആവുന്നത് വരെ ഒന്ന് മൂപ്പിച്ചെടുക്കാറുണ്ട്. ഈ ഒരു ടെക്നിക്ക് എനിക്ക് പറഞ്ഞു തന്നത് അച്ഛനാണ് കേട്ടോ. അച്ഛൻ നല്ലൊരു കുക്കാണ്. അച്ഛൻ പറയുന്നത് ഉള്ളിയൊക്കെ ചേർക്കുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ഈ ഒരു ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഒന്ന് മൂപ്പിച്ചെടുക്കുവാണെങ്കിൽ അതിന്റെ ഒരു സ്മെല്ല് തന്നെ ഒരു ചെറിയൊരു ചേഞ്ച് വരും. അത് നല്ലൊരു ഫ്ലേവർ തരും ചിക്കൻ കറിക്കാണെങ്കിലും ഫിഷ് കറിക്കാണെങ്കിലും എന്നുള്ളതാണ് കേട്ടോ. കറികളൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് എനിക്ക് എപ്പോഴും തോന്നാറുണ്ട് ഇൻഗ്രീഡിയൻസിൽ ഏറ്റവും സുന്ദരി കുഞ്ഞുള്ളികളാണെന്ന്. ഫിഷ് കറിക്കാണെങ്കിലും ചിക്കൻ കറിക്കാണെങ്കിലും ഞാൻ എപ്പോഴും പ്രിഫർ ചെയ്യുന്നത് കുഞ്ഞുള്ളി തന്നെയാണ്. അതില്ലെങ്കിൽ മാത്രമാണ് അനിയൻസ് ചേർക്കാറുള്ളത്. ഉപ്പ് ചേർക്കാം. ഇവിടെ ഞാൻ ചേർക്കുന്നത് കശ്മീരി ചില്ലിയാണ്. കാരണം ഈവയ്ക്കും ആവിക്കും എരിവ് ഒട്ടും പറ്റത്തില്ല. ഇപ്പം നന്നായിട്ട് എരിവ് ഇഷ്ടമുള്ള ആളുകളാണെങ്കിൽ എരിവുള്ള മുളക് പൊടി ഉണ്ടല്ലോ, അതും കൂടെ മിക്സ് ചെയ്ത് യൂസ് ചെയ്യാം കേട്ടോ. ഒരു പച്ചമുളക് കൂടി ചേർക്കുന്നുണ്ട്. ആക്ച്വലി കുഞ്ഞുള്ളി ഒന്ന് വാടി കഴിയുമ്പോൾ പച്ചമുളക് ചേർക്കാം കേട്ടോ. ആ സമയത്ത് ഞാൻ ചേർക്കാൻ മറന്നുപോയി. കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുവാണ്. ഇനി ഏറ്റവും ലാസ്റ്റ് കുറച്ച് പെപ്പർ പൗഡർ കൂടി ചേർക്കും. അല്ലാതെ മല്ലിപ്പൊടിയോ അതുപോലെ ഫിഷ് മസാലയോ ഒന്നും തന്നെ ചേർക്കത്തില്ല. അതുപോലെ തക്കാളിയും ചേർത്തിട്ടില്ലല്ലോ. അതുകൊണ്ട് ഈ മീൻകറി നമുക്ക് കുറച്ച് ദിവസങ്ങളിലേക്കൊക്കെ വെക്കണം എന്നുണ്ടെങ്കിൽ കേടാകാതെ ഇരിക്കുകയും ചെയ്യും. ഫ്രിഡ്ജിലൊന്നും വെക്കണ്ട. മീൻ കുറവായത് കൊണ്ടാണ് കുറച്ച് വെള്ളം ഒഴിക്കുന്നത്. ഒന്നങ്ങ് മിക്സ് ചെയ്യാം. കാരണം കഷ്ണങ്ങൾ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ തവി ഉപയോഗിച്ച് ഇളക്കാൻ പാടില്ല. കുറച്ച് കൊടമ്പുളി കൂടി ചേർത്ത് കൊടുക്കാം. 1/2 ഗ്ലാസ് വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചതായിരുന്നു കേട്ടോ. അടച്ചു വെക്കാം. നന്നായിട്ട് തിളയ്ക്കട്ടെ. തിളച്ചിട്ടുണ്ടല്ലേ, കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം. അടച്ചു വെച്ച് വേവിക്കാം. പെപ്പർ പൗഡർ കൂടി ചേർത്ത് കൊടുക്കുവാണ്. ഇതുപോലെ അങ്ങ് മിക്സ് ചെയ്യാമെന്ന്. നമ്മളിപ്പോൾ പെപ്പർ പൗഡർ ഇട്ടതാണല്ലോ. ഇപ്പോൾ ഫൈനൽ സ്റ്റേജ് ആയി. പെപ്പർ പൗഡർ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വീണ്ടും ഇട്ടങ്ങ് തിളപ്പിക്കുന്ന പരിപാടിയൊന്നുമില്ല. ഇതുപോലെ കുറച്ച് കറിവേപ്പില കൂടെ ചേർത്ത് നമുക്ക് അടച്ചങ്ങ് വെക്കാം. തീ അങ്ങ് ഓഫ് ചെയ്യാം. എന്തുണ്ടാക്കിയാലും ലാസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് അല്ലേ. അപ്പം ജിക്ക് അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ എന്തെങ്കിലും ഉണ്ടാക്കി കഴിഞ്ഞാൽ അപ്പം തന്നെ ഒന്ന് ടേസ്റ്റ് നോക്കട്ടെ എന്ന് പറഞ്ഞ് നോക്കും. തിരിച്ച് ഞാനും അങ്ങനെ തന്നെയാണ്. കുഴപ്പമില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്കും ഇത് ധൈര്യമായിട്ട് ഉണ്ടാക്കാം കേട്ടോ. ചെറിയൊരു പ്ലേറ്റിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഹോപ്പ് യു ലൈക്ക് ദിസ് വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്.